കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങിയതിന് പിന്നാലെ സിപിഐഎമ്മിനുള്ളിൽ അതൃപ്തി പുകയുകയാണ്. നേതൃത്വത്തിലേക്ക് പരിഗണിക്കാത്തതിനെതിരെ പരസ്യമായും അല്ലാതെയും നേതാക്കൾ രംഗത്തെത്തി. ഒഴിവാക്കപ്പെട്ടവർ മോശക്കാരല്ല എന്നാണ് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രതികരണം. സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ച പരാതികളില്ലാതെ സിപിഐഎം സംസ്ഥാന സമ്മേളനം പൂർത്തിയാക്കിയെന്ന നേതൃത്വത്തിന്റെ അവകാശവാദങ്ങൾക്കിടെയാണ് അതൃപ്തി പടരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പിൽ P ജയരാജനും J മേഴ്സിക്കുട്ടിയമ്മയും വിയോജിപ്പ് രേഖപ്പെടുത്തി. സംസ്ഥാന സമിതിയിൽ പുതിയ സെക്രട്ടേറിയറ്റ് പാനൽ വായിച്ചപ്പോഴാണ് എതിർപ്പറിയിച്ചത്. 1998 പാലക്കാട് സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിൽ എത്തിയവരാണ് P ജയരാജനും മേഴ്സിക്കുട്ടിയമ്മയും. P ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ മകൻ ജെയിൻ രാജ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ പ്രതിഷേധം പ്രകടമാക്കി. ജയരാജനെ അനുകൂലിക്കുന്നവരും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. എല്ലാവരെയും കമ്മിറ്റിയിലെടുക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. പ്രായപരിധി പ്രശ്നം ഞാൻ 70 എന്നുള്ള അഭിപ്രായം. കാരണം ഞാൻ നിങ്ങളോട് സമ്മേളനം തുടങ്ങുന്നതിനേക്കാളും മുമ്പേ പറഞ്ഞല്ലോ. കാരണം പുതിയ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ നൽകാൻ ഒരു 70 വയസ്സാണ് നന്നാകുക. സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങിയതിന് പിന്നാലെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം N സുകന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചകൾക്ക് വഴിവെച്ചു. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ദുർവ്യാഖ്യാനം ചെയ്തതാണെന്ന് N സുകന്യ 24നോട്. ഞാൻ എന്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വാചകം അതിന്റെ കൂടെ വെച്ചു എന്നുള്ളതല്ലാതെ അതിനെ മറ്റൊരു തരത്തിലും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. N സുകന്യ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മുതിർന്ന നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രനെയും M വിജയകുമാറിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തഴഞ്ഞതിൽ തിരുവനന്തപുരത്തെ നേതൃത്വവും അതൃപ്തിയിലാണ്. MP രാജേഷിനെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാത്തതും പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. 24 തിരുവനന്തപുരം.